ഒരു കാര്യം കൂടെ പറഞ്ഞു തരാനുണ്ട്. അതായത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു പോരായ്മയാണ്. അതായത് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടൊരു ഫാക്ടറുണ്ട്. ഇതുവരെ ഞാനൊരു വണ്ടിക്കകത്തും കണ്ടിട്ടില്ല. എന്നാൽ വളരെ സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും ഇലുമിനേഷനുള്ള അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു എലിഫൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 10 കൊല്ലം മുമ്പ് ടാറ്റ ഒരു വിപ്ലവം ശരിക്കും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ സൃഷ്ടിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. അവരുടെ ടിയാഗോ എന്ന് പറഞ്ഞൊരു മോഡൽ ലോഞ്ച് ചെയ്യുമ്പം അന്ന് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു 4 സ്റ്റാർ സേഫ്റ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ചെറിയ ഒരു എൻട്രി ലെവൽ ഹാച്ച് ബാക്കിൽ ടാറ്റ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് മാത്രമല്ല വളരെയധികം മോഡേണൈസ്ഡ് ആയിട്ടും വളരെയധികം ഫീച്ചർ റിച്ചും ആയിട്ട് ശരിക്കും നമുക്കൊരു 15 ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷം എബോവ് കിട്ടിക്കൊണ്ടിരുന്ന ഫീച്ചറുകളൊക്കെ ശരിക്കും ഒരു എൻട്രി ലെവൽ കാർ എന്നുള്ളൊരു കോൺസെപ്റ്റുകളിലേക്ക് ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം 7 ലക്ഷത്തിന് മുകളിൽ ടിയാഗോകൾ ഇന്ന് റോഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടത്തിലുള്ളത് 2026 അവർ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ എന്ന് നമ്മൾ വിളിക്കാൻ പറ്റുന്ന ടിയാഗോയുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ഒരു മോഡൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി കാണും, ഇത് നോർമൽ ടിയാഗോ അല്ല. ഇവിടെ തന്നെ എഴുതിയേക്കുന്ന പോലെ ടിയാഗോ.EV ആണ്. അതായത് അവരുടെ ഒരു EV പ്ലാറ്റ്ഫോമിൻ്റെ വണ്ടിയുടെ മുമ്പിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലോഞ്ചിനൊരു പ്രത്യേകതയുണ്ട്. ഒന്നും രണ്ടും അല്ല. അതായത് നോർമലി ഉള്ള നമ്മുടെ പെട്രോൾ മാത്രമല്ല, ഇന്ന് ഇവരിവിടെ പെട്രോൾ വേരിയൻറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, CNG വേരിയൻറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ EV മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് 101% ഈ കിടക്കുന്ന ടിയാഗോ EV ആണ്. ഞാൻ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഇവരുടെ ഒരു ലോങ് ടേമർ യൂസ് ചെയ്യുന്നുണ്ട്. ഐ ഹാവ് ബിക്കം എ ഹ്യൂജ് ഫാൻ ഓഫ് ദിസ് പർട്ടിക്കുലർ മോഡൽ. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇതിന് വന്നിരിക്കുന്ന ചേഞ്ചസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഓർത്ത് തുടക്കത്തിൽ നമുക്ക് ടിയാഗോ EVയുടെ മുമ്പിൽ നിന്ന് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നുള്ളത്. ആദ്യം തന്നെ ഇവരൊരു ഡിസൈൻ സ്റ്റൈൽ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പുതിയതായിട്ട് റീഡിസൈനിങ് വന്നിട്ടുള്ള കുറച്ചുകൂടെ സ്ലിം ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ്സ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല ഫ്രണ്ടിൻ്റെ ഡിസൈൻ എടുത്ത് കഴിയുമ്പോഴും തന്നെ കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ ഹെഡ്ലൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഓഫ് കോഴ്സ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആണ്. അത് മാത്രമല്ല ഇത് ഈ ഒരു സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും ഇലുമിനേഷനുള്ള അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ അതുകൊണ്ട് എതിരെ നിൽക്കുന്നതിൻ്റെ കണ്ണടിച്ച് പോകുന്നൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഹൈ പിച്ച് അലേർട്ടും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ ഒരു പുതിയൊരു ഡിസൈൻ സ്റ്റൈലിൽ വണ്ടി മൊത്തത്തിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ഷാർപ്പായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഐഫോണിൻ്റെ ഒക്കെ ഡിസൈൻ കാണുമെന്ന് പറഞ്ഞ പോലെ പുതിയ കുറച്ചധികം പേസ്റ്റൽ കളറുകൾ, പുതിയൊരു മോഡേൺ ന്യൂജൻ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പേസ്റ്റൽ കളറുകൾ കുറേ അധികം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ രസമുള്ള കളേഴ്സാണ്. പിന്നെ ഞാൻ പറഞ്ഞു വന്നു പറഞ്ഞാൽ പുതിയൊരു ഡിസൈൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഷാർപ്പ് ആൻഡ് ഫിറ്റ് ആയിട്ടുള്ള ഡിസൈൻ സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു EVയുടെ സ്പെഷ്യൽ ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഗ്രില്ലിന് ബ്ലാക്ക് കളർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഷേപ്പ് വരുമ്പോൾ കുറച്ചുകൂടെ റോഡ് പ്രസൻസ് അല്ലെങ്കിൽ അറ്റൻഷൻ അവർ ഗ്രാബ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ബ്ലാക്ക് കളർ കൊടുത്താൽ മതി. എന്നാൽ ഇവൻ്റെ പെട്രോൾ വേരിയൻറ്റും അതുപോലെ തന്നെ CNG വേരിയൻറ്റിൻ്റെ ഒരു ഡിസൈൻ കുറച്ചും കൂടെ പേഴ്സണലി എനിക്ക് അതിനോട് കുറച്ചുകൂടെ ഒരു ഫോണ്ട് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളതിൻ്റെ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ചേഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ദിസ് ഡു മേക്ക് എ ഡിഫറൻസ് വെൻ ഇറ്റ് കംസ് ടു നമുക്ക് ആ ഒരു സസ്പെൻഷൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ യാത്രാസുഖത്തിൽ ഒത്തിരി അധികം ഡിഫറൻസ് മേക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത്. പല കോമ്പറ്റീറ്റേഴ്സും കണ്ടുപിടിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ഡിസൈൻ സ്റ്റൈലിൽ പുതിയൊരു ഒരു എന്താ പറയുക, ഒരു വൈറ്റിഷ് കുറച്ചുകൂടെ കിടപ്പുണ്ട്, ഒരു പുതിയൊരു കളർ ഷെയ്ഡ്, കുറച്ചുകൂടെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് കളർ ഷെയ്ഡാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സൈഡ് പ്രൊഫൈൽസിലേക്ക് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് പേഴ്സണലി കാണാൻ പറ്റുന്നില്ല. ഇനി മാറ്റം വന്നിരിക്കുന്നതിൻ്റെ ബാക്കിൻ്റെ ഡിസൈൻ എലമെൻ്റ് ആണ്. നിങ്ങൾ കാണുന്ന പോലെ കംപ്ലീറ്റ്ലി പുതിയൊരു ഡിസൈൻ സ്റ്റൈലാണ് അതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വണ്ടി കുറച്ചുകൂടെ ഷാർപ്പ് ആൻഡ് ഫിറ്റ് ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ടെയിലൈറ്റ്സ് ആണെങ്കിലും നമ്മുടെ ത്രൂ ഔട്ട് കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഇനി ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഞാൻ പെട്രോളും CNGയും പറയാം. എന്നാൽ ഈ EVയുടെ ബൂട്ട് സ്പേസ് നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വലിയൊരു ബൂട്ട് സ്പേസ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. സ്പേഷ്യസ്, എൻ്റെ കൈ കാണാമല്ലോ, സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ്. അത് മാത്രമല്ല നമ്മൾ ഇതിൽ പിടിക്കുമ്പോഴും പെയിൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ കാണുമ്പോൾ ഇതാണ്ട് നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ടിയാഗോ EV എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവൻ്റെ ഇൻറ്റീരിയർ നോക്കാം. അതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇവൻ്റെ വന്നിരിക്കുന്ന മേജർ 2 ചേഞ്ചുകളുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഒരു ബോണറ്റ് സ്പേസ് അല്ലെങ്കിൽ മോട്ടർ ഇരിക്കുന്നത് പറയുന്നത്. ഇവിടെ കൺട്രോളർ ഇപ്പുണ്ട്, താഴെ ഒരു മോട്ടറാണ് വരുന്നത്. ഇതിന് പഴയതുപോലെ തന്നെ 2 ബാറ്ററി പാക്കിലാണ് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 19.2 kWh ഉണ്ട്, അതുപോലെ തന്നെ 24 kWh ഉണ്ട്. 24 kWhന് ഏകദേശം 285 ക്ലെയിംഡ് റേഞ്ച് പറയുന്നത്. പക്ഷേ അത് ബിലീവ് ചെയ്യേണ്ട, യു ക്യാൻ ബിലീവ് 215, അതാണ് ഇവർ പറയുന്ന C75 റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന പോലെ 200 കിലോമീറ്റർ മുകളിൽ എന്താണെങ്കിലും ഓടും. ഇനി 19 കിലോവാട്ടിൻ്റെ ബാറ്ററി, 19.2 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആണെങ്കിൽ ഏകദേശം 185 കിലോമീറ്ററാണ് ഇവന് റേഞ്ച് പറയുന്നത്. പിന്നെ ഇതിൽ വന്ന വേറൊരു വലിയ മാറ്റമുണ്ട്. അതായത് ഇപ്പോൾ ബാറ്ററി പാക്കിന് ലൈഫ് ടൈം വാറണ്ടിയാണ്.
അതായത് ലൈഫ് ടൈം വാറണ്ടി ഓഫർ ചെയ്യുന്നുണ്ട്, അതും അൺലിമിറ്റഡ് കിലോമീറ്ററിലേക്ക്. ഇപ്പോൾ 1,60,000 എന്നൊക്കെ പല കമ്പനികളും വെക്കുന്നുണ്ട്, പക്ഷേ ടാറ്റ ഈസ് നോട്ട് ഡൂയിങ് ദാറ്റ്. ഏകദേശം അൺലിമിറ്റഡ് കിലോമീറ്ററിലേക്കുള്ള അൺലിമിറ്റഡ് വാറണ്ടി, ബാറ്ററി വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോട്ടറിനൊക്കെ ഏകദേശം 8 കൊല്ലത്തേക്കാണ്ട് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ദിവസം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം. ഞാൻ ഇത് തന്നെ ആയിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞു തരാനുണ്ട്, അതായത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു പോരായ്മയാണ്, അതായത് ഇതിന് ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി ഇവന് കൊടുത്തിട്ടുണ്ട്, 30 കിലോ വാട്ട് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏകദേശം 100 കിലോമീറ്റർ ഓടാൻ നമുക്ക് വെറും 18 മിനിറ്റ് മതി. കൊള്ളാം അല്ലേ? അതാണ് ഇവൻ്റെ അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് ഇൻറ്റീരിയർ, വേറൊരു വലിയ ചേഞ്ച് വന്നൊരു എലമെൻ്റാണ് ഇവൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇൻറ്റീരിയറിൽ കയറിയിരിക്കാം, നമുക്ക് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ബാ. അപ്പോൾ ഇതാണ് അവൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞൊരു ഇൻറ്റീരിയർ കോക്പിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ടാറ്റയുടെ ആ ഒരു ലോഗോ ഒക്കെ മാറ്റി ടാറ്റ.EV എന്ന് വളരെയധികം സ്റ്റാൻഡേർഡ് ആയിട്ടാണ് അവർ ലെറ്ററിങ് കൊടുത്തിരിക്കുന്നത്. പുതിയൊരു ഡിജിറ്റൽ ക്ലസ്റ്റർ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഇൻഫർടൈൻമെൻറ്റ് ക്ലസ്റ്റർ ഉണ്ട്. ഒരു 3 കളർ കോമ്പിനേഷനിലാണ് ഇതിൽ ത്രൂ ഔട്ട് താണ്ട പോയിരിക്കുന്നത്. ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ നമുക്ക് നല്ല രസം തോന്നുന്ന രീതിയിലാണ് അവൻ്റെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. പിന്നെ താണ്ട് ഇവിടെ താണ്ട് AC യുടെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോർമലി കാണുന്ന പോലെ ഡ്രൈവും ഉണ്ട്, അതുപോലെ തന്നെ സ്പോർട്ട് മോഡും അതിന് കൊടുത്തിട്ടുണ്ട്. 2 വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയും ചാർജ് ആവും, രണ്ടിടത്തും ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടൊരു ഫാക്ടറുണ്ട്. ഇതുവരെ ഞാനൊരു വണ്ടിക്കതും കണ്ടിട്ടില്ല, എന്നാൽ വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയൊരു സാധനമാണ്. അതായത് നമ്മുടെ മിസ്റ്റ് വരുമ്പം നമുക്ക് യൂഷ്വലി നമ്മൾ പലതും ഇടുമ്പോഴത്തേക്കും അത് പലപ്പോഴും വർക്കാവത്തില്ല. സമയങ്ങളിൽ അത് മിസ്റ്റ് പിടിച്ചിരിക്കാറാണ് പതിവ്. ഇതിനൊരു ഓട്ടോ മിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് മിസ്റ്റ് ആവുന്നതിന് മുമ്പ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓണാക്കുവാണെങ്കിൽ ഗ്ലാസ് എല്ലാം ക്ലിയർ ആയിട്ട് വെച്ചിരിക്കും. ഓഫ് കോഴ്സ് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റും റെയിൻ വൈപ്പേഴ്സും ഓട്ടോമാറ്റിക് വൈപ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാറ്റയുടെ മെയിൻ ഒരു സാധനമാണ് ഈ ഒരു 360 ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നത്. എന്ത് ക്വാളിറ്റിയിലാണ് അവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഭയങ്കര രസമായിട്ടുണ്ട് അതിൻ്റെ ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് ഇൻ്റഗ്രേറ്റഡ് ക്ലസ്റ്ററാണ് കേട്ടോ. അതെന്താണെന്നുള്ളതും അതായത് കൂടുതൽ ആ ഒരു ഇൻഫർമേഷൻസ് ഇതിൻ്റെ അകത്തേക്ക് വരും. അതെന്താണെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു എലിഫൻറ്റ്, ഞാനിപ്പോൾ ബാക്ക് സീറ്റിൽ കയറിയിരുന്ന അതിൻ്റെ ഒരു സ്പേസോടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു എലിഫൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ്റെ പ്രൈസിങ് തന്നെയാണ്. 6.99 lakhs ഇവനെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ 19.2 കിലോ വാട്ട്. അത് മാത്രമല്ല ബാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ബാസിൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ 4.99 പ്ലസ് 2.6 per കിലോമീറ്ററാണ് വരുന്നത്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് വലിയ ബാറ്ററി പാക്ക് വേണമെങ്കിൽ 9 point something ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. പഞ്ച് വേണ്ടവർക്ക് പഞ്ചും കൊടുത്തിട്ടുണ്ട് ടാറ്റ ഇപ്പം. എന്നാൽ അതിലും കൂടുതൽ ഫീച്ചർ റിച്ച് ആണ്. അതായത് ഇതിൽ വരുന്ന ആ മോഡൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫീച്ചർ റിച്ച് വേരിയൻ്റ് ആണ്. ആ ഒരു 9 point something വരുന്നത്. മൊത്തത്തിൽ ശരിക്കും ഒരു അടിപൊളി പാക്കേജ്, വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു വണ്ടിയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും നമുക്ക് എടുക്കേണ്ടി വരണം, എടുക്കണം. ഇതല്ലെങ്കിൽ 5 എടുക്കാനുള്ള പ്ലാനാണ്. വല്ല ഡിസ്കൗണ്ടും കിട്ടുമെന്ന് ചോദിച്ചു നോക്കട്ടെ, തരുമോ എന്നുള്ള ചോദിച്ചു നോക്കാം. ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ, ബട്ട് വി ക്യാൻ ആസ്ക്. പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്തൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു സ്വിച്ചസ് കണ്ടോ, സ്വിച്ചസിൻ്റെ രീതി മാറിയിട്ടുണ്ട്. നമ്മൾ പഞ്ചിൻ്റെ അകത്ത് കണ്ട പോലത്തെ ഒരു സ്റ്റൈൽ സ്വിച്ചസൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെയാണ് ഇവൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഓടിപ്പോയി നിങ്ങൾക്ക് ആ AMDയുടെ ഒരു ഡിസൈൻ സ്റ്റൈൽ കാണിച്ചു തരാം, CNGയുടെ ഒരു ഡിസൈൻ സ്റ്റൈൽ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് പവർ ഫിഗേഴ്സും ഒക്കെ പറഞ്ഞിട്ട് നമുക്കങ്ങ് വൈൻഡപ്പ് ചെയ്താക്കാം അല്ലേ. അപ്പോൾ നമ്മൾ റിയർ സ്പേസ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പുതിയ കളർ തീമിലുള്ള അല്ലെങ്കിൽ പുതിയൊരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള സീറ്റാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വളരെയധികം സോഫ്റ്റാണ് മെറ്റീരിയൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് ശരിയാണ്, നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഹെഡ് റൂം ഒക്കെ ആണെങ്കിൽ നല്ല അത്യാവശ്യം, എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, എന്നാലും നല്ല അത്യാവശ്യമുള്ള ഹെഡ് റൂംസ് വരുന്നുണ്ട്. ബാക്കിൽ ദാണ്ട് 2 AC വെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ദാണ്ട് പവർ സോക്കറ്റുകളുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, അത് കാണത്തില്ല. ബാക്കിൽ AC വെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയൊരു പെട്രോൾ, അതായത് ടിയാഗോയുടെ പെട്രോൾ അല്ലെങ്കിൽ CNG വേരിയൻറ്റ് വരുന്ന. ഞാൻ പറഞ്ഞ പോലെ 2 പവർ ട്രെയിനിൽ അവൈലബിൾ ആണ്. നോർമൽ നമ്മുടെ ഒരു 1.2 ലിറ്റർ വരുന്ന റവട്രോൺ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ എഫിഷ്യൻസി നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് CNG ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈൽ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ സ്റ്റൈലാണ്. അതായത് കുറച്ചുകൂടെ ഒരു അഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഷാർപ്പ് ഫിറ്റ് ആൻഡ് ഫിനിഷ് വരുന്നുണ്ട്. നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് പേഴ്സണലി ഇഷ്ടപ്പെട്ടതെന്നൊന്ന് പറയണം. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ ആ ഒരു DRLs കൊടുത്തിരിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ്ലി ആ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻസും കൂടെ വന്നതുകൊണ്ട് ഭയങ്കര രസമായിട്ടുണ്ട്. ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ദിസ്.